ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ പോവുക കേട്ടോ. അപ്പോൾ ദേ കുറച്ച് മണി പ്ലാന്റ് വരയ്ക്ക് ഇറങ്ങിയതാണ്. നാട്ടിൽ വരുമ്പം നഴ്സറി പോയിട്ട് പ്ലാന്റ്സ് കുറേ വാങ്ങിക്കണം, വെജിറ്റബിൾ സീഡ്സ് വാങ്ങിക്കണം, അങ്ങനെ കുറേ പ്ലാനിങ് ആയിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ തിക്കും തിരക്കും കാരണം ഇതൊന്നും നടന്നില്ല എന്നുള്ള സത്യം. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഇന്നലെ പറിച്ചു വെക്കാൻ മറന്നുപോയി. അതുകൊണ്ട് രാവിലെ എമർജൻസി ലൈറ്റും എടുത്ത് അമ്മേനെയും കൂട്ടി ഇറങ്ങി ഞാൻ. പറമ്പിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് മണി പ്ലാന്റ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് അതെങ്കിലും പറിച്ചിട്ട് പോയാലൊരു സമാധാനം. ചെടിയൊക്കെ പറിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ വണ്ടി വന്നു കേട്ടോ. നമ്മുടെ കസിൻ തന്നെയാണ്, അവനെ വണ്ടിയും കൊണ്ട് വന്നേക്കണേ. ഞങ്ങളെല്ലാവരും റെഡി. ഇനി ചെറുക്കൻ ഉറങ്ങുമായിരുന്നു. അപ്പോൾ പിന്നെ അവനെ അങ്ങനെ എടുത്തു. ഡ്രസ്സൊന്നും ഇടിപ്പിക്കാൻ നിന്നില്ല, വണ്ടിയിൽ വെച്ചിട്ട് ഡ്രസ്സ് ഇടിപ്പിക്കാമല്ലോ. ഞാൻ കയറുവാണേ ചേട്ടാ. ഒച്ചയൊക്കെ കേട്ടപ്പോഴത്തേക്കും എൻ്റെ കൈ കിടന്നുറങ്ങിയ ചെറുക്കൻ എണീറ്റ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും വണ്ടിയിൽ കയറി ടാറ്റാ ബൈ ബൈ പറയാണ്. അപ്പം ശരി, ഇനി നമുക്ക് അടുത്ത വരവിൽ കാണാം. ഞാൻ ഇതിനിടയ്ക്ക് ഒരു സാധനം ഓർഡർ ചെയ്ത് കിട്ടിയായിരുന്നേ. അത് നിങ്ങളെ കാണിക്കാൻ മറന്നുപോയി. ദേ, ഇതൊരു സ്റ്റാൻഡാണ്. സെൽഫി സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാം, മൊബൈൽ സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ വീഡിയോസൊക്കെ എടുക്കുമ്പം അവിടെ ഇവിടെയൊക്കെ വെച്ച് ഓരോ വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യാറ്. അപ്പം നമുക്കൊരു സ്റ്റാൻഡ് എന്തായാലും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഓർഡർ ചെയ്ത കേട്ടോ. ഇത് ഇൻസ്റ്റയിൽ കണ്ട് അങ്ങനെ അവിടുന്ന് ലിങ്ക് കിട്ടി, അങ്ങനെ ഓർഡർ ചെയ്തതാണ്. ഭയങ്കര അഫോർഡബിൾ റേറ്റ് ആയിരുന്നു. മാത്രമല്ല കുറച്ച് യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാനിത് യൂസ് ചെയ്തിട്ടില്ല, ബട്ട് ആ ഒരു ഓവറോൾ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ എങ്ങനെ ഉണ്ടാവുമെന്ന്. വർക്കാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞാൻ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ പിന്നെ പറയാം കേട്ടോ. ചെക്കൻ വലിയ ചെക്കനായതുകൊണ്ട് ഇനിയിപ്പോൾ അവന് സെപ്പറേറ്റ് സീറ്റിംഗ് ആട്ടോ. 2 വയസ്സ് കഴിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രീ ആയി. അല്ലെങ്കിൽ എൻ്റെ മടിയൊന്നും ചെക്കൻ ഇറങ്ങത്തേ ഇല്ലായിരുന്നു. മാത്രമല്ല എനിക്ക് ഇത്തവണ സെപ്പറേറ്റ് സീറ്റിങ്ങും അവർ 3 പേരും ഒരേ റോയിലുമായിരുന്നു. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ദേ, ഫുഡ് എത്തി കേട്ടോ. ഫുഡ് മുഖ്യം. ഞാനെടുത്തത് ചിക്കൻ വിത്ത് റൈസും പിന്നെ ഒരു ഡെസേർട്ട് ഉണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു, എനിക്കിഷ്ടമായി കേട്ടോ. അല്ലെങ്കിലും ഫ്ലൈറ്റിൽ ഓൾമോസ്റ്റ് ഫുഡൊക്കെ അടിപൊളി ആവാറുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ പുറത്തെ വ്യൂ ഒക്കെ കണ്ട് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് നമ്മൾ ഖത്തറിൽ ലാൻഡായി കേട്ടോ. ഇനിയിപ്പോൾ എന്താ, പഴയ പോലെ തന്നെ വീട്ടിലെ കാര്യങ്ങളും സ്കൂള്, ഓഫീസ്, ഇടയ്ക്കിടയ്ക്ക് ഇവിടെയുള്ള പുറത്ത് പോക്ക്, ഇതൊക്കെ തന്നെ. നാട്ടിലിനി പോകുമ്പോൾ അടിച്ചു പൊളിക്കാം അല്ലേ? ഇവിടെ അടിച്ചു പൊളിക്ക് കുറവൊന്നുമില്ല കേട്ടോ. അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ? ഓക്കെ, ടാറ്റാ ബൈ.